പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ തോട്ടത്തിലെ മറ്റൊരു ചെടി ആണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് ചുണ്ടങ്ങ അല്ലെങ്കിൽ പുത്തരിച്ചുണ്ട എന്ന് പറയും. പല സ്ഥലത്ത് ചിലർ ചുണ്ടങ്ങ എന്ന് പറയും, ചിലർ പുത്തരിച്ചുണ്ട എന്ന് പറയും. ഇത് എഡിബിളാണ്, ഭക്ഷ്യയോഗ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല, ഞാൻ കഴിക്കാറുമില്ല. പക്ഷേ ഈ ചെടി കൊണ്ട് നമുക്ക് മറ്റൊരു പ്രയോജനമുണ്ട്. ഇത് വഴുതനയുടെ ഫാമിലിയിൽ വരുന്നൊരു ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വഴുതന ഇതിലൊട്ടിക്കാം, ഗ്രാഫ്റ്റ് ചെയ്യാം. വഴുതന അതിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ നമുക്ക് ഒരു മരവഴുതന എന്ന രീതിയിൽ അതിനാക്കി മാറ്റാൻ പറ്റും. അസുഖങ്ങൾ വളരെ കുറവ്, അതായത് ഡിസീസ് റെസിസ്റ്റൻസ് വളരെ ശക്തിയായിട്ടുള്ളൊരു മരമാണത്. വളരെ പവർഫുള്ളായിട്ടുള്ള മരമാണ്. പല ഡിസീസിനും റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു ചെറിയ മരം. ഇതൊരു കുറ്റിച്ചെടിയാണ്, വലിയ മരമൊന്നും ആവില്ല അത്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ വഴുതനയ്ക്ക് വരുന്ന മറ്റ് പല രോഗങ്ങളിൽ നിന്നും അതിനെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോഴും ചെയ്തതിന് ശേഷം മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രധാന ഉപയോഗം ഇപ്പം നിങ്ങൾക്ക് കാണാം. അതിൻ്റെ കായ് കുലകളായിട്ട് നിൽക്കുന്നുണ്ട്, പൂക്കളുണ്ട്, മനോഹരമായിട്ടുള്ള ചെറിയ പൂക്കളാണ്. നല്ല മുന്തിരിക്കൊലകൾ പോലെ ഉണ്ട് കണ്ടാൽ. ഇലകൾ ഏതാണ്ട് വഴുതനയുടെ ഇല പോലെ തന്നെ, ആ ഷേപ്പും ഏകദേശം ഡിസൈനൊക്കെ തന്നെയാണ്. വഴുതന തൈകൾ പാകമായാൽ ഞാനൊരു ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നതാണ്, അതിൻ്റെ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.